കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിലെ BJP എംപിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം ഒരു വലിയ വാഗ്ദാനം ചെയ്തിരുന്നു. 2025 സെപ്റ്റംബറിലാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം അനുവദിച്ചതായി സുരേഷ് ഗോപി ഫേസ്ബുക്ക് വഴി അറിയിച്ചത്. 8 സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം 24 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അറിയിപ്പ്. എന്നാൽ വാഗ്ദാനം ചെയ്ത ഈ പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പുലിക്കളി സംഘങ്ങൾ പറയുന്നത്. ഈ പ്രഖ്യാപനം നടത്തി ഏതാണ്ട് ഒരു വർഷം തികയാനാകുമ്പോഴും ആ പണം കിട്ടിയില്ല എന്നവർ പറയുന്നു. തിങ്കളാഴ്ച തൃശൂർ ജില്ലാ കളക്ടറെ കണ്ട് പരാതി ബോധിപ്പിക്കും. അതിൽ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വരാജ് ഗ്രൗണ്ടിൽ പ്രതിഷേധം തുടങ്ങാനും അവർ ആലോചിക്കുകയാണ്. അടുത്ത ഓണക്കാലം ആയെങ്കിലും പഴയ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന് സീതാറാമിൽ പുലിക്കളി സംഘത്തിന്റെ ഭാരവാഹികളും പറയും. 4ാം ഓണത്തിന്റെ അന്നാണ് തൃശൂരിൽ പ്രശസ്തമായ പുലിക്കളി നടക്കുന്നത്. നാടൊട്ടുക്കും ആഘോഷത്തോടെ കൊണ്ടാടുന്ന പുലിക്കളിക്ക് തൃശൂർ കോർപ്പറേഷൻ ധനസഹായം നൽകുന്നുണ്ട്. കൂടാതെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ 1 ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്യും. ഇവ രണ്ടും കൃത്യമായി കിട്ടുമ്പോഴും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത തുക മാത്രം കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം വന്ന പിന്നാലെ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഇതിന് ആവശ്യമായ രേഖകൾ എല്ലാം പുലിക്കളി സംഘങ്ങൾ സമർപ്പിച്ചിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് മുഖേന രേഖകൾ കേന്ദ്ര ടൂറിസം വകുപ്പിന് കൈമാറുകയും അതിനുശേഷം അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുലിക്കളി സംഘങ്ങൾ പറയുന്നത്. ഇടയ്ക്കിടെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും പുതിയ വിവരം വന്നിട്ടില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച പുലികളി സംഘങ്ങൾ ഒരുമിച്ച് ജില്ലാ കളക്ടറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉചിതമായ ഒരു തീരുമാനം അവിടെ നിന്നും ഉണ്ടായില്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നീക്കം. അടുത്ത പുലിക്കളിക്ക് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ പുലികളിക്കും ഏതാണ്ട് 18 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം അന്ന് വലിയ പ്രതീക്ഷയായി ഇവർ കണ്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇവർ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്നും എന്താണ് തടസ്സം എന്ന് പറയാൻ ടൂറിസം വകുപ്പിനോ മന്ത്രിയുടെ ഓഫീസിനോ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഈ വാഗ്ദാനം പുലികളി സംഘങ്ങൾ അന്ന് വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം ലഭിക്കുന്നത്. ടൂറിസം മന്ത്രാലയത്തിന്റെ DPPH, അതായത് ഡൊമസ്റ്റിക് പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റാലിറ്റി എന്ന പദ്ധതി പ്രകാരമാണ് ധനസഹായം അനുവദിച്ചത്. പുലികളി സംഘങ്ങൾക്ക് തന്റെ ഓണസമ്മാനമാണിതെന്ന് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞിരുന്നു. കൂടാതെ ഇത് സാധ്യമാക്കിയതിന് കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് അദ്ദേഹം നന്ദിയും അറിയിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം നവംബറിൽ കലുങ്ക് സമ്മേളനം നടത്തിയപ്പോൾ പതിവ് പോലെ സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെയാണ് സുരേഷ് ഗോപി സാർ ആഞ്ഞടിച്ചത്. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം എത്താൻ വൈകുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് ചെലവിന്റെ കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വിഷയം കലുങ്ക് സഭയിൽ ഉന്നയിച്ച ആനന്ദവല്ലി എന്ന സ്ത്രീയോട് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാനും അദ്ദേഹം പറഞ്ഞിരുന്നു. 2024 ജൂൺ 9 മുതൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു വലിയ വാഗ്ദാനം നടത്തുന്നു. തൃശ്ശൂർകാർ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അടിച്ച് നഗരത്തിലാകെ വെക്കും. ചരിത്രത്തിൽ ആദ്യമായി പുലികളിക്കാർക്ക് സഹായം അനുവദിച്ച മന്ത്രി എന്ന് വാഴ്ത്തിപ്പാടും. കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ പിന്നീട് പറയുന്നത് ഒരു സംസ്ഥാനത്തിലെ ടൂറിസം വകുപ്പ് കാരണം തനിക്ക് വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇത് കലുങ്ക് സഭയിൽ മാത്രം പറയേണ്ട കാര്യമാണ്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിക്കലൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഇടപെടാൻ പറ്റാത്തത്? വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയിട്ട് അത് പാലിക്കാതിരിക്കുക. ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാം സംസ്ഥാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയും. മന്ത്രിയായ അന്നു മുതൽ തുടങ്ങിയ ഈ സ്ഥിരം പല്ലവി ഇപ്പോഴും മുടക്കമില്ലാതെ തുടരുകയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി.